നമുക്ക് സ്ലൈസ് വേഴ്സസ് സ്പ്ലൈസ് ആണ്. സ്ലൈസ്. ഓക്കെ, യാ. സോ ഇതിന്റെ കേസ് നോക്കാം. ഇത് രണ്ടും എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ സബ്സ്ട്രിങ്ങും സ്ലൈസും ആരുടെയാണ്? സ്ട്രിങ്ങിന്റെയാണ്. അതേപോലെ തന്നെ അറേക്കകത്തൊരു സ്ലൈസ് ഉണ്ട്, സ്ട്രിങ്ങിനകത്തൊരു സ്ലൈസ് ഉണ്ട്. കൺഫ്യൂഷൻ ആവരുത്. ഈ പറയുന്ന സ്ലൈസ് അറേയുടെ സ്ലൈസ് ആണ്, നേരത്തെ പറഞ്ഞത് സ്ട്രിങ്ങിന്റെ സ്ലൈസ് ആണ്. ഓക്കെ, ഇത് സ്ട്രിങ്ങിന്റെ സ്ലൈസ്, ഇനി പറയുന്നത് അറേയുടെ സ്ലൈസ്. അറേ എന്ന് പറയുന്നത് അറിയാലോ, ഇതേപോലെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആവാം, സ്ട്രിങ് ആവാം, ഒബ്ജക്ട്സ് ആവാം, എനിത്തിങ്, എന്ത് വേണോ ആവാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറേ എന്താന്ന് കവർ ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇതിലോട്ട് കിടക്കാം. സോ ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ABCD എന്ന് പറഞ്ഞ ഒരു അറേ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ARR എന്ന് പറയുന്നത് നമ്മുടെ അറേ ഡോട്ട് സ്ലൈസ്, ഇവിടെയും സ്റ്റാർട്ട് ഇൻഡെക്സ് ഉണ്ട്, എൻഡ് ഇൻഡെക്സ് ഉണ്ട്. ഓക്കെ, എൻഡ് ഇൻഡെക്സ് 2 ആണെങ്കിൽ 1 വരെ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ഇൻഡെക്സ് ഉണ്ട്, എൻഡ് ഇൻഡെക്സ് ഉണ്ട്. സ്റ്റാർട്ട് 0, എൻഡ് 2 ആയതുകൊണ്ട് 0, 1, 2 വരെ പോകൂല, 1 വരെ പോകത്തുള്ളൂ. അതിനെ റിട്ടേൺ ചെയ്യും ആര്? സ്ലൈസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇത്രയും സാധനത്തിനെ കട്ട് ചെയ്തെടുത്തിങ്ങ് തരും. ഞാൻ അതിനെ എടുത്ത് ഔട്ടർ അറേ എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ വെക്കും. എന്റെ ഒറിജിനൽ അറേക്ക് ഒന്നും പറ്റത്തില്ല. സ്ലൈസിനകത്ത് സ്റ്റാർട്ട് ഇൻഡെക്സ് കൊടുക്കും, എൻഡ് ഇൻഡെക്സ് കൊടുക്കും. സ്റ്റാർട്ട് ഇൻഡെക്സ് തൊട്ട് എൻഡ് ഇൻഡെക്സ് -1 വരെ പോകും. അതിനെ എനിക്ക് ഈ സാധനം തിരിച്ചു തരും. ഞാൻ അതിനെ എടുത്ത് ഔട്ടർ അറേക്കകത്ത് വെക്കും. ഇത്രയും. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ എന്ന് പറയുന്നത് ഈ സ്ലൈസ് എന്ന് പറയുന്നത് അറേയുടെ സ്ലൈസ് ആണ്. നേരത്തെ പറഞ്ഞ സ്ലൈസ് എന്ന് പറയുന്നത് സ്ട്രിങ്ങിന്റെ സ്ലൈസാണ്. രണ്ടിനും ഏകദേശം സെയിം മീനിങ് തന്നെയാണ്. നേരത്തെ സ്ലൈസിനകത്തും നമ്മുടെ സ്ട്രിങ്ങിനകത്തും ഒരു പെർട്ടിക്കുലർ പോർഷൻ കട്ട് ചെയ്ത് എനിക്ക് എടുത്തു തരും. ഇവിടെയും എനിക്കൊരു അറേക്കകത്തുനിന്ന് എലമെന്റ്സിനെ കട്ട് ചെയ്തെടുത്ത് തരും. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു എനിക്ക് 0 തൊട്ട് 2 വരെയുള്ള എലമെന്റ്സിനെ കട്ട് ചെയ്തെടുത്ത് തരാൻ പറഞ്ഞു. അപ്പൊ 0 പോയി 1 വന്നു, 2 പോകത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ എൻഡ് ഇൻഡെക്സ് ഇൻക്ലൂസീവ് അല്ല, അതുകൊണ്ട് എക്സ്ക്ലൂഡിങ് എൻഡ് ആണ്. അപ്പൊ 0ഉം 1ഉം ഈ അറേക്കകത്തുനിന്ന് കട്ട് ചെയ്യും. ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അതിനെ എനിക്ക് തിരിച്ചു തരും. അതിനെ ഞാൻ എടുത്ത് ഔട്ട് അറേക്കകത്ത് വെക്കും. അതാണ് ഈ ഒരു സാധനം. ഓക്കെ, എന്റെ ഒറിജിനൽ അറേക്ക് ഒരു പ്രശ്നവും വരത്തില്ല. ഇത് വേറൊരു എൻറ്റിറ്റി ആയിട്ടായിരിക്കും വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് സ്പ്ലൈസ് ആണ്. ഓക്കെ, നമ്മൾ സ്പ്ലൈസിനെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ കണ്ടിട്ടില്ല. സ്പ്ലൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്പ്ലൈസും സ്ലൈസും ആയിട്ടുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, അത് ഞാൻ വെള്ളം കുടിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇവിടെ സ്പ്ലൈസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയും നമുക്ക് സ്റ്റാർട്ട് ഇൻഡെക്സ് ഉണ്ട്. അടുത്തത് 2 എന്ന് പറയുന്നത് എൻഡ് ഇൻഡെക്സ് അല്ല. എത്ര എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യണം? സ്റ്റാർട്ട് ഇൻഡെക്സ് ഉണ്ട്. അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യേണ്ട എലമെന്റ്സിന്റെ എണ്ണം, എത്ര എണ്ണം ഡിലീറ്റ് ചെയ്യണം. മൂന്നാമത്തെ എന്ന് പറയുന്നത് അതിനകത്തോട്ട് അറയ്ക്കകത്തോട്ട് പുതിയതായിട്ട് ഇടേണ്ട ആൾ. ഈ സ്പ്ലൈസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, എൻ്റെ ഒരു അറേ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു അറേ ഉണ്ട്. ഈ അറേക്കകത്തുനിന്ന് ഞാൻ കൊടുക്കുന്ന ഇടത്ത് നിന്ന് ഇത്ര ആൾക്കാരെ വെട്ടി മാറ്റിയിട്ട് അവിടെ പുതിയൊരാളിനെ വെക്കും. എൻ്റെ അറേന്ന് ഞാൻ കൊടുക്കുന്ന സ്റ്റാർട്ടിങ് ഇൻഡെക്സിൽ തുടങ്ങി ഇത്ര സെറ്റ് ഓഫ് ആൾക്കാർ എടുത്ത് പുറത്തിടും. എന്നിട്ട് ആ ഗ്യാപ്പിലോട്ട് പുതിയൊരാളിനെ വെക്കും. അതാണ് സ്പ്ലൈസ്. ആ പറഞ്ഞത് ക്ലിയർ ആയോ? ഇതിൽ നോക്കണ്ട, എൻ്റെ അറേ അതിനകത്തുനിന്ന് ഞാൻ പറയുന്ന ഇടത്തുനിന്ന് തുടങ്ങി പറയുന്ന നമ്പർ ഓഫ് ആൾക്കാരിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരാളിനെ വെക്കും. ഓക്കെ ആണോ? ആ ഡെഫിനിഷൻ ക്ലിയർ ആയോ? യാ. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ABCD എന്ന് പറഞ്ഞൊരു അറേ ഉണ്ട്. അറേ ഡോട്ട് സ്പ്ലൈസിനകത്ത് 0 തുടങ്ങാൻ പറഞ്ഞു. 0 തുടങ്ങി 2 ആൾക്കാരെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു, Aനെ വെക്കാൻ പറഞ്ഞു. 0 തുടങ്ങി 1, 2 2 ആൾക്കാരെ റിമൂവ് ചെയ്തിട്ട് അവിടെ Aനെ വെക്കാൻ പറഞ്ഞു. ഓക്കെ, 0 തുടങ്ങി 2 ആൾക്കാരെ റിമൂവ് ചെയ്തിട്ട് അവിടെ Aനെ വെക്കാൻ പറഞ്ഞു. അപ്പോ എന്റെ ഇവിടെ ഒരു പോയിന്റ് നോക്കണം. ഇവിടെ ഒരു ചെറിയ മാറ്റം, ഇവിടെ ഒരു കീ പോയിന്റ് ഉണ്ട്. ചില ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ വേരിയബിളിനെ മ്യൂട്ടേറ്റ് ചെയ്യും. ഐ മീൻ ഒറിജിനൽ വേരിയബിളിനെ ബാധിക്കും. ചിലതെന്ന് പറയുന്നത് ഒറിജിനൽ വേരിയബിളിനെ ബാധിക്കത്തില്ല. ഇവിടുത്തെ കേസിനകത്ത് ഞാൻ ഈ അറേനെ 2 ആയിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞു. ARRനെ 2 ആയിട്ട് കട്ട് ചെയ്തിട്ടാണ്, ഐ മീൻ ലൈക്ക് ARRനെ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സാധനത്തിന് എടുത്തത്. ഓക്കെ, പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്റെ ARRന് ഒന്നും പറ്റിയിട്ടില്ല. അതാണ് ഇവിടെ വെച്ചേക്കുന്നത്. പക്ഷെ സ്പ്ലൈസിനകത്ത് വരുമ്പോഴത്തേക്ക് 0 തുടങ്ങി 2 ആൾക്കാരെ ഡിലീറ്റ് ചെയ്ത് A വെക്കുമ്പോഴത്തേക്ക് എന്റെ ഒറിജിനൽ ARRനകത്താണ് ഇത്രയും സാധനം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊസീജിയർ, ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരുന്നിരുന്ന എന്റെ അറേ ഇങ്ങനെയാവും.
എന്നുവെച്ചാൽ എയും ബിയും പോവും, പകരം അവിടെ ചെറിയ എ വരും. എന്നിട്ട് ഈ ഒരു സാധനം തിരിച്ച് റിട്ടേൺ ആയിട്ട് ഈ വെട്ടിയെടുത്ത രണ്ടുപേരെ തരും. അതിന് ഞാൻ എടുത്ത് എന്റെ വേരിയബിൾ വെക്കും. അപ്പൊ ഔട്ടർ അറേക്കകത്ത് വെട്ടിയെടുത്ത രണ്ട് വേരിയബിളിലും എന്റെ ഒറിജിനൽ ARR-നകത്ത് ഈ പറഞ്ഞ പുതിയതായിട്ട് വെച്ച ആളിനെ കൂടെ ചേർത്ത്. ചില ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്റെ ഒറിജിനൽ വേരിയബിളിന് ഒരു പ്രശ്നവും വരത്തില്ല. ഇവിടെ സ്ലൈസ് ഞാൻ ചെയ്തെങ്കിൽ പോലും ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്റെ ഒറിജിനൽ അറേ അങ്ങനെ തന്നെ ഇരിക്കും. ഈ ഔട്ടർ ഈ ഒരു സാധനം റിട്ടേൺ ആയിട്ട് കട്ട് ചെയ്ത് ഈ രണ്ട് പീസിനെ തരും. അതിന് എനിക്ക് പ്രിന്റ് ചെയ്യാം. സ്പ്ലൈസിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ 0 തുടങ്ങി രണ്ട് എലമെന്റിനെ വെട്ടിയെടുക്കാൻ പറഞ്ഞു. ആ വെട്ടിയെടുത്തതിനെ അപ്പുറത്ത് സ്ലൈസിലുള്ള പോലെ എനിക്ക് വെട്ടിയെടുത്ത് തരും. അത് ഔട്ടർ അറേയിൽ കിട്ടും. പക്ഷെ സ്പ്ലൈസിൽ എക്സ്ട്രാ ആയിട്ട് സംഭവിക്കുന്നത് എനിക്ക് തേർഡ് പാരാമീറ്റർ ആയിട്ട് ഒരാളെ കൂടെ അതിനകത്തോട്ട് കയറ്റാൻ പറ്റും. അപ്പോ എന്റെ ഒറിജിനൽ അറേ എന്ന് പറയുന്നത് നേരത്തെ രണ്ടാളെ വെട്ടിക്കളഞ്ഞിട്ട് ഈ ACD ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഒന്നാവണമെന്നില്ല. എനിക്ക് എ കഴിഞ്ഞ് എന്താ സിംഗിൾ കോഴ്സിനകത്ത് B കൊടുത്താൽ ഇവിടെ ABCD എന്നും വരാം.